ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും V4Uലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു 3x3 ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ 3x3 ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഷഫിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒരു കളർ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കാണിച്ചു തരാം. R U R dash U dash B B dash F F dash D D dash L L dash. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ഓറഞ്ച് കളർ സെലക്ട് ചെയ്തു. ബാക്കി ഓറഞ്ച് എഡ്ജ് പീസസ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ എഡ്ജ് പീസസ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പീസാണെങ്കിൽ ഡയറക്റ്റ് തിരിച്ചാൽ ഇതിവിടെ എത്തി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളറുമായിട്ട് യോജിപ്പിക്കാം. വൈറ്റ്, ഓറഞ്ച് വൈറ്റ് അത് യോജിപ്പിച്ചു. ഇനി നമുക്ക് ബാക്കി ഓറഞ്ച് പീസ് നോക്കാം. അപ്പോൾ ഒന്നിവിടെ ഉണ്ട്. അപ്പോൾ അത് ബ്ലൂ ആണ് ഇതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇത് ബ്ലൂ ആയിട്ട് യോജിപ്പിച്ചിട്ട് ശേഷം നമ്മളിത് ഇങ്ങോട്ട് തിരിച്ചാൽ അതായി കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇവിടെയുണ്ട്. നമുക്കത് ഇങ്ങനെ തിരിച്ചെവിടെ എത്തും. അപ്പോൾ അത് ഗ്രീനും കൂടിയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് ഇവിടെയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനി ലാസ്റ്റത്തെ പീസാണ്. അത് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇവിടെയാണ് ഇനി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ പിടിച്ചിട്ട് F dash R dash. അപ്പോൾ നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കോർണർ പീസ് ആക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് ഓൾറെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അടുത്തത് നോക്കാം. അടുത്ത് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതേതാ കളർ നോക്കുക. അപ്പോൾ ഇത് യെല്ലോ ആണ്. ഇതിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് ഇത് വൈറ്റ് പോലെ തോന്നും, പക്ഷെ ഇത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ ആയിട്ട് മാച്ച് ചെയ്യിക്കുക. അപ്പോൾ ഇത് മാച്ചായി. ഇനി നമുക്ക് ഇത് കോർണറും മിഡിൽ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ടാകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്, ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ L dash U dash L. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. ഇത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഇതിൻ്റെ കളറുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യിപ്പിച്ചു. ഇത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. നമ്മൾ R U R dash. ഇനി നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഇതും ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് R U R dash റൈറ്റ് സൈഡിലേക്ക് വരേണ്ടതുകൊണ്ട് R U R dash ചെയ്ത് നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് ഈ എഡ്ജ് പീസസ് ആണ് ആക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ റെഡ് കളറാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മൾ ആക്കിയേണ്ടത്. അപ്പോൾ റെഡ് കളറില്ലാത്ത എഡ്ജ് പീസസ് എല്ലാം നോക്കുക. അപ്പോൾ ഇതിൽ റെഡ് കളറില്ല. അപ്പോൾ ഇവിടെ ബ്ലൂ ആണുള്ളത്. അപ്പോൾ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക, ബ്ലൂ സെൻറ്ററായിട്ട്. ഓക്കെ, നമുക്കിത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഇവിടെയാണ് വൈറ്റ് ഉള്ളത്, ബ്ലൂ വൈറ്റ് ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ ചെയ്യാം. ഇത് നമ്മളെ ഫേസ് ആയിട്ട് പിടിച്ചിട്ട് U R U dash R dash. അപ്പോൾ നമുക്കിത് ഇവിടെ കിട്ടി, പക്ഷേ ഇത് പോയിട്ടുണ്ട് നമ്മളാക്കിയ. അപ്പോൾ അത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് R dash U dash R. അപ്പോൾ ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതുമായി അതുമായി. ഇനി നമുക്ക്
ഇതിൽ റെഡ് ഇല്ല. അപ്പോൾ ഇത് വൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. അപ്പോൾ വൈറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വൈറ്റ് മാച്ച് ചെയ്യിപ്പിക്കുക. ഇതും റൈറ്റിലേക്കാണ് വരണ്ടേ. അപ്പോൾ ഇത് യു ഡാഷ് ആർ ഡാഷ്, എന്നിട്ട് നമ്മളിത് പോയിട്ടുണ്ട് UR ഡാഷ് U ഡാഷ് R. അപ്പോൾ ഇതും ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണം കൂടി ആക്കാനുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട്, യെല്ലോ ഗ്രീൻ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇതാ U ഡാഷ് L ഡാഷ് UL ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ പിടിച്ചിട്ട് U ഡാഷ് L ഡാഷ്. അപ്പോൾ അതുമായി ഇനി ലാസ്റ്റത്തേതാണ് വേണ്ടത്. അപ്പോൾ അതിവിടെയാണ് വേണ്ടത്. യെല്ലോ ബ്ലൂ അത് നോക്കാം. ഇതാ ബ്ലൂ ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ബ്ലൂവിൽ ആക്കിയിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ടത് U ഡാഷ് L ഡാഷ് UL. ഇത് നമുക്ക് ആക്കിയത് പോയിട്ടുണ്ട് U ഡാഷ് L ഡാഷ്. അപ്പോൾ സെക്കൻഡ് ലെയറും ആയി കിട്ടി. ഇനി തേർഡ് ലെയറാണ്. ഇത് മുഴുവൻ ഇക്വേഷനാണ് തേർഡ് ലെയർ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു L പാരറ്റിക്കേഴ്സാണ് ഇട്ടിട്ടുള്ളത്. L ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചാൽ L. അപ്പോൾ L ഇങ്ങനെ തന്നെ പിടിക്കുക, L ഷേപ്പിൽ തന്നെ ലെഫ്റ്റിൽ നിന്ന് മുകളിലേക്കുള്ള രീതിയിൽ. എന്നിട്ട് ഇത് നമ്മൾ ഫ്രണ്ടാക്കി പിടിച്ചിട്ട് FU ഡാഷ് R ഡാഷ് F ഡാഷ്. അപ്പോൾ നമുക്ക് പ്ലസ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് കിട്ടിയിട്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഈ കോർണർ, അതായത് ഈ കോർണറല്ല, ഇതിന് താഴെയുള്ള തൊട്ട് താഴെയുള്ള കോർണർ നോക്കുക. ഇപ്പോൾ ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഇത് റെഡ് കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഫേസ് ആയിട്ട് പിടിക്കുക. അഥവാ ലെഫ്റ്റ് സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ 2 എണ്ണം കിട്ടിയ ഭാഗത്ത് പിടിക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കിട്ടിയ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിട്ടുണ്ട് റെഡ്. നമ്മൾ ഇനിയൊരു ഇക്വേഷൻ ഉണ്ട് R ഡാഷ് U2 R ഡാഷ്. അപ്പോൾ നമുക്കിത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, എല്ലാം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ നോക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി ചെയ്യാം. ഇത് R ഡാഷ് U2 R ഡാഷ്. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ നോക്കാം. കാരണം മുകളിൽ ഒന്ന് മാത്രമായിട്ടുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡ് പിടിക്കുക. എന്നിട്ട് R ഡാഷ് U2 R ഡാഷ്. ഇനി നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആദ്യം. അപ്പോൾ നമുക്ക് ഇവിടെയും ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫുൾ കളറായി കിട്ടും. ഫുൾ കളർ മീൻസ് ഇനി ഹെഡ്ലൈറ്റ് പ്രോബ്ലം കിട്ടും. R ഡാഷ് U2 R ഡാഷ്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ഹെഡ്ലൈറ്റാണിത്. നമ്മൾ ഇങ്ങനെ കിട്ടുന്നതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. 2 കോർണർ പീസ് ഒരേ കളറ്, മിഡിലെ എഡ്ജ് പീസ് വേറെ കളറും വരും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ എഡ്ജ് പീസ് അതിൻ്റെ മിഡിലുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. നമ്മളത് ബാക്ക് സൈഡ് പിടിക്കുക. എന്നിട്ട് R ഡാഷ് B2 F ഡാഷ് R ഡാഷ് B2 R2. അപ്പോൾ നമുക്ക് ഫുൾ ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാം അതുപോലെ ആയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമുക്ക് ഒരു ഫുൾ ഇതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഒറ്റ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല, ഇവിടെ ഫുൾ കളറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ബാക്ക് സൈഡിൽ പിടിക്കുക കണക്ട് ചെയ്തിട്ട്. എന്നിട്ട് RU ഡാഷ് RU ഡാഷ് R ഡാഷ് U ഡാഷ് R2. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സൈഡിൽ ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്കിൽ പിടിക്കാം.
ബാക്ക് സൈഡിൽ പിടിച്ചിട്ട് ഒന്നുകൂടി അത് തന്നെ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. അപ്പോൾ നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി വേറെ ചില കേസസ് ഉണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പം ഇവിടെ ഒരു ലൈനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ എൽ ഷേപ്പ് ചെയ്യുന്നു, ഇപ്പോൾ ലൈനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അതൊരു മൈനസ് പോലെ പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റൻസ് ഉപയോഗിച്ച് ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടി ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. വീണ്ടും അവിടെ തന്നെ പിടിച്ച് ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഹെഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, സിമ്പിൾ ഹെഡ് ലൈറ്റ് തന്നെയാണ്. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ഓക്കെ, ഇനി ഒരു ഫുൾ ഹെഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആർ യു ഡാഷ് ആർ യു ബാക്ക് സൈഡ് പിടിച്ചിട്ടാണ് ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. അപ്പോൾ ഇത്രയും ഒരു മിനിറ്റ് കൊണ്ടെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.